ഇന്ന് രാഹുൽ ഈശ്വറിന് ജാമ്യം കിട്ടുമെന്നാണ് രാഹുൽ ഈശ്വർ അടക്കം അല്ലെങ്കിൽ രാഹുൽ ഈശ്വറിനോടൊപ്പം നിൽക്കുന്ന ആളുകളടക്കം മെൻസ് അസോസിയേഷൻ അടക്കം വിചാരിച്ചിരുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ രാഹുൽ ഈശ്വറിന് ജാമ്യം കിട്ടിയില്ല. ഇതെല്ലാവർക്കുമുള്ള ഒരു പാഠമായിരിക്കണം എന്നാണ് പലരും പറയുന്നത്. അതായത് ഇത്തരം അതിജീവിതമാരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ പാടില്ല. അങ്ങനെ വെളിപ്പെടുത്തി കഴിഞ്ഞാൽ ഇത്തരത്തിലായിരിക്കും നടപടികൾ ഉണ്ടാവുന്നത് എന്ന് ഒരു വിഭാഗം പറയുന്നു. മറ്റൊരു വിഭാഗം പറയുന്നു മെൻസ് അസോസിയേഷൻ എന്ന് പറയുന്നത് ഈ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടികളെ അല്ലെങ്കിൽ ഈ അതിജീവിതമാരെ ഇരകളെ മോശമാക്കി കാണിക്കാനും ഇപ്പോ പിന്നെ ബസ്സുകളിലൊക്കെ പിന്നെ ഈ ലൈംഗിക അവയവങ്ങൾ പുറത്തിടുന്നവന്മാരെ ആനയിച്ചു കൊണ്ടുവരത്തക്ക രീതിയിലൊക്കെയുള്ള ആ തരത്തിലേക്ക് ഏറ്റവും താഴ്ന്ന തരത്തിലേക്ക് പോകുന്ന ഒരു അസോസിയേഷനാണ് ഈ മെൻസ് അസോസിയേഷൻ. അവരൊക്കെയാണ് ഇതിന് പിന്തുണ നൽകുന്നവർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മെൻസ് അസോസിയേഷനും ഇതിന്റെ കൂടെ പലരും വിമർശിക്കുന്നുണ്ട്. അപ്പൊ ഈ രാഹുൽ ഈശ്വറിന്റെ ഈ പിന്നെ എന്താ നീതി നിഷേധം ആണെന്നൊക്കെ ഭാര്യ അടക്കം പറയുന്നുണ്ട്. എങ്ങനെ കാണുന്നു മെൻസ് അസോസിയേഷൻ ഇതിനെ? ഇത് നമ്മുടെ ഈ ഇര എന്ന് പറയുന്ന അല്ലെങ്കിൽ അതിജീവിത എന്ന് പറയുന്ന വ്യാജ പരാതി കൊടുക്കുന്ന സംസാരിക്കുന്നവരെ ഒതുക്കുക, അതാണ് ഇപ്പൊ ഉദ്ദേശിക്കുന്നത്. കാര്യം ഈ കമന്റ്സുകൾ എന്താ പറയാ, ഇവർക്കെതിരെ സൈബർ ആക്രമണം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ ഉള്ളവർ ഇനി ഒരു കമന്റ് ഇടുകയോ ഒരു വീഡിയോ ചെയ്യുകയോ ചെയ്താൽ അവരെ പിടിച്ച് ജയിലിലിടും എന്നൊരു മെസ്സേജാണ് ഇപ്പൊ കൊടുക്കുന്നത്. യഥാർത്ഥത്തിൽ അതൊന്നുമല്ല, അങ്ങനെയൊന്നും പേടിപ്പിച്ചു തീർക്കാനൊന്നും പറ്റില്ല. കാര്യം ഇന്ന് ഞാൻ 2 ചാനലിലെ ചർച്ചയിൽ പോയപ്പോഴും ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവതാരക തന്നെ പറഞ്ഞു, അപ്പൊ അടുത്ത ജയിലിൽ പോകാനുള്ള തയ്യാറെടുപ്പിലാണോ? തീർച്ചയായിട്ടും അങ്ങനെ പോകേണ്ടി വന്നാൽ പോകും. ഈ പെൺകുട്ടിയുടെ ഫോട്ടോയും മറ്റു ഡീറ്റെയിൽസും കിട്ടിയാൽ ഞാൻ പുറത്തുവിടും. അത് ഇപ്പോഴും പറയുന്നു, അപ്പോഴും പറയുന്നു, ഒരു മാറ്റവുമില്ല. ഇപ്പൊ ജയിലെന്ന് പറഞ്ഞ് നമ്മളെ പേടിപ്പിക്കാനൊന്നും ആരും നോക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ നമ്മൾ മുൻകാലങ്ങളിൽ ചെയ്ത കേസുകൾ പറയുകയാണെങ്കിൽ ഒരു പെൺകുട്ടി ഒരു വിഷയമുണ്ടായാൽ അത് വീഡിയോ ചിത്രീകരിച്ചു വന്നിരിക്കട്ടെ, ചിത്രീകരിച്ചാൽ അത് പോലീസ് സ്റ്റേഷനിലും കോടതിയിലുമാണ് സമർപ്പിക്കേണ്ടത്. അല്ലാതെ ഇൻസ്റ്റഗ്രാം ഐഡിയും പറഞ്ഞിട്ട് വന്ന് എന്താ പറയാ ജാട കാണിക്കുകയല്ല ചെയ്യേണ്ടത് ഒരു പൊതു എന്താ പറയാ സോഷ്യൽ മീഡിയയിൽ. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും പെൺകുട്ടികൾ ചെയ്താൽ അവർക്കെതിരെ നമ്മൾ തീർച്ചയായിട്ടും വരും. കാര്യം ഒരു പുരുഷന്റെ ജീവിതമാണ്. കോടതി അവനെ കുറ്റക്കാരൻ എന്ന് വിളിക്ക് പറയുന്നത് വരെ അവൻ ആരോപിതൻ മാത്രമാണ്. അതാദ്യം മനസ്സിലാക്കണം. ഒരു കുറ്റാരോപിതന്റെ പേരിൽ അവന്റെ വീഡിയോ ഒക്കെ എടുത്ത് തെറ്റായിട്ടുള്ള കാര്യം, ആ പെൺകുട്ടി അന്ന് കുറച്ച് ആംഗ്യമൊക്കെ കാണിച്ചിരുന്നു. അത് വല്ലാത്ത മോശം അവസ്ഥയായിരുന്നു. അതൊക്കെ ഒരിക്കലും ആ പെൺകുട്ടിയുടെ വീഡിയോയിലതില്ല. അതാദ്യം നമ്മൾ മനസ്സിലാക്കണം. അദ്ദേഹത്തിന് ഒരു റിമാൻഡിനകത്ത് ജാമ്യം കിട്ടി ഇല്ലേ? അപ്പൊ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണ്ടേ? എന്തുകൊണ്ട് കിട്ടി? അന്ന് നമ്മുടെ പ്രവർത്തനവും കാര്യങ്ങളും ശരി തന്നെ, വീഡിയോയിൽ കാര്യമായിട്ടൊന്നും ഇല്ലായിരുന്നു, ആ പെൺകുട്ടിയുടെ ഭാഗത്തും തെറ്റുണ്ട് എന്നൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഒരു റിമാൻഡിനകത്ത് ജാമ്യം കിട്ടിയത്. അത് നമ്മൾ തള്ളിക്കളയാൻ പാടില്ല. ഇപ്പൊ രണ്ടാമത് അദ്ദേഹത്തെ പിടിച്ചു എന്ന് പറഞ്ഞു. ഇപ്പൊ ഏറ്റവും കൂടുതൽ അതാണല്ലോ പറയുന്നത്. ഈ പിടിച്ചു എന്ന് പറയുന്നതിൽ ഈ നന്ദിത ശങ്കരയ്ക്ക് പങ്കില്ല എന്ന് എങ്ങനെ പറയാൻ പറ്റും? കാര്യം ഇപ്പൊ മൂന്നാമതും ഇദ്ദേഹം തൃശ്ശൂരിൽ ബസ് ഈ കഴിഞ്ഞ ആഴ്ച ഒരു 3-4 ദിവസത്തിന് മുമ്പേ നടന്നൊരു ഈ പെൺകുട്ടി വീണ്ടും വീഡിയോ എടുത്തിട്ടിരിക്കുകയാണ്. കാരണം അപ്പൊ അയാൾക്ക് ബസ്സിൽ കയറാൻ പാടില്ലേ? ഇപ്പൊ ബസ്സിൽ കയറി അദ്ദേഹത്തിന് സവാദത വരുന്നുണ്ട്, മറ്റേതാണ് മറിച്ചതാണെന്ന് പറയുകയാണ്. അപ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്, ഇദ്ദേഹത്തെ ഏത് വിധേനയും തേജോവധം ചെയ്യുക, അടുത്തൊരു കേസിൽ കൂടി പെടുത്തുക എന്നുള്ള മുൻവിധിയോട് കൂടിയിട്ട് ഈ പെൺകുട്ടിയും വേറെ കുറച്ചു പേര് ടീമും വർക്ക് ചെയ്യുന്നു എന്ന് ഞാൻ ഇപ്പോഴും മനസ്സിലാക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഇപ്പൊ ഒരു പ്രാവശ്യം അദ്ദേഹം പിടിച്ചത്. കാര്യം ഇത് 2 ദിവസത്തിന് മുമ്പേ ഒരു വിഷയം വന്നു. കാര്യം അദ്ദേഹം മാസ്ക് വെച്ചിട്ട് ബസ്സിൽ കയറുകയാണ്. അതിനിടയ്ക്ക് അതിന്റെ വീഡിയോ എടുത്ത് ബസ്സിലുള്ള ഇഷ്യൂ ഒക്കെ ആരൊക്കെ ചിത്രീകരിച്ചത് പുറത്ത് ഈ നന്ദിത വീഡിയോ ആയിട്ട് ഇറക്കി. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ ആരെയും ഷൈൻ ചെയ്യാൻ വേണ്ടി വിടാൻ പറ്റില്ല. കാരണം പുരുഷന്മാർക്ക് ഇവിടെ ജീവിക്കണം, അവർക്കും ബസ് യാത്ര ചെയ്യണം. അതിനൊന്നും ഇവിടെ ആർക്കും തടസ്സം നിൽക്കാൻ പറ്റില്ല. ഓക്കെ, ഇനി നമ്മുടെ രാഹുൽ ഈശ്വറിലേക്ക് വരികയാണെങ്കിൽ, രാഹുൽ ഈശ്വർ ഇവിടെ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് എനിക്ക് എത്ര പറഞ്ഞിട്ടും മനസ്സിലാവുന്നില്ല. കാരണം അദ്ദേഹം ഈ പറയുന്ന ആരോപിക്കപ്പെട്ട യുവതി കല്യാണം കഴിഞ്ഞത്, വിവാഹം കഴിഞ്ഞ പെൺകുട്ടിയാണ് എന്ന് പൊതുസമൂഹത്തോട് പറഞ്ഞു. അതല്ലേ നടന്നത്? അപ്പൊ ആ പൊതുസമൂഹത്തോട് ഒരു സത്യം വിളിച്ച് പറയുന്ന ആളിനെ ജയിലിൽ തൂക്കിയിടുക, ഇത്തിരി കള്ളം പറഞ്ഞ് ഇവിടെ കിടന്ന് ഫ്രോഡത്തരം കാണിച്ചുകൊണ്ട് കിടക്കുന്ന പലരും പുറത്ത് സുഖമായിട്ട് വാഴുമ്പോഴാണ് രാഹുൽ ഈശ്വർ ജയിലിൽ പോകുന്നത്. നമ്മൾ ചിന്തിക്കണ്ടേ? അപ്പൊ നിരപരാധികളായിട്ടുള്ളവരെ പിടിച്ചകത്തിടുക. രാഹുൽ മാങ്കൂട്ടത്തിനെ ഇതേവരെ പോലീസ് പൊക്കിയോ? പിടിച്ചിട്ടോ? കാര്യം എന്താ? പിടിച്ച് ജയിലിലിട്ട് കഴിഞ്ഞാൽ ജനപിന്തുണ അദ്ദേഹത്തിന് കൂടും. ഇവിടെ രാഹുൽ ഈശ്വറിനെ പിടിച്ചിട്ട് കഴിഞ്ഞാൽ എന്താണ്? ഈ സൈബർ പോരാളികൾ എന്ന് വിളിക്കുന്ന അല്ലെങ്കിൽ സത്യങ്ങൾ വിളിച്ച് പറയുന്നവരെ ഒതുക്കുക. ഇനി അടുത്തത് എന്റെ നേർക്ക് വരാം.
അല്ലെങ്കിൽ ഇതുപോലെ സംസാരിക്കുന്ന കുറെ സ്ത്രീകളുണ്ട്. ഒരുപാട് സ്ത്രീകൾ രാഹുലിന് അനുകൂലമായിട്ട് വീഡിയോകൾ ചെയ്യുന്നുണ്ട്. ഇവർക്കെതിരെ എല്ലാം കേസ് വരാം. ഇപ്പൊ തന്നെ 5 പേർക്ക് എതിരെയാണ് കേസ് വന്നിരിക്കുന്നത്. അതിൽ സ്ത്രീകളുണ്ട്. മനസ്സിലായില്ലേ? അപ്പം ഏതൊരു വ്യക്തികളും സത്യം പറഞ്ഞാൽ അവരെ പിടിച്ചകത്തിടുമെന്നാണ്. അങ്ങനെ ഇവിടെ പേടിപ്പിച്ചാലും നടക്കത്തൊന്നുമില്ല. കാര്യം ഞങ്ങൾ അതിനു വേണ്ടി നിന്ന് കൊടുക്കില്ല. ജയിലിൽ പോകേണ്ടി വന്നാലും സത്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇത് ഓരോ പുരുഷന്മാർക്കും, ഈ പരാതി കൊടുത്തവർക്കും അച്ഛനുണ്ട്, സഹോദരനുണ്ട്, അവർക്ക് ഭർത്താവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയാ, ഒരു കളിവിളയാട്ടാണ്. അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞ് ഏതാനും ദിവസത്തിനകത്ത് വെച്ചിട്ട് ഒരു MLA കുഞ്ഞിനെ ഗർഭം ധരിക്കുമോ? അപ്പൊ അത് എത്രത്തോളം സ്റ്റാൻഡേർഡ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നതേ ഉള്ളൂ. അത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോ ഇങ്ങനെയുള്ള സ്ത്രീകളെ തുറന്നു കാണിക്കണം. ഇതൊന്നും ഇരയല്ല, ഇതൊന്നും അതിജീവിതമല്ല. ഇവരെ നമ്മൾ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ യഥാർത്ഥ ഇരകൾക്ക് നീതി കിട്ടാതെ പോകും. നമുക്ക് യഥാർത്ഥ ഇരകൾക്ക് നീതി വേണമല്ലോ. എത്രയോ പെൺകുട്ടികൾ ഒരുപക്ഷെ ഇതുപോലെ ഇതിനേക്കാളും വലിയ പീഡനങ്ങൾ അനുഭവിക്കുന്നുണ്ടായിരിക്കും. അവർക്ക് നീതി കിട്ടണ്ടേ? അവർ ഇതുപോലുള്ളവരെ വന്ന് ഇങ്ങനെ കാണിച്ച് ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നാട് മൊത്തം ജനങ്ങൾ തെറ്റിദ്ധരിക്കും, യഥാർത്ഥ ഇര വന്നാലും. അപ്പൊ അതുകൊണ്ട് നമ്മളും തെറ്റിദ്ധരിക്കും, നമ്മളും ഒരുപക്ഷെ എതിർത്തെന്നിരിക്കും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ പാടില്ല. യഥാർത്ഥ ഇരകളെ ഇവിടെ അവർക്ക് നന്മ കിട്ടണമെങ്കിൽ, അവർക്ക് നീതിയുടെ പരിരക്ഷ കിട്ടണമെങ്കിൽ ഇതുപോലുള്ള തരികിടകളെ തുറന്നു കാട്ടണം. അതാണ് ഈശ്വർ ചെയ്തത്. പിന്നെ രാഹുൽ മാങ്കൂട്ടം ഇതുവരെ യാതൊന്നും പറഞ്ഞിട്ടില്ല. കാര്യം അദ്ദേഹത്തിന് ഈ പെൺകുട്ടിയോട് ഇപ്പോഴും ഭയങ്കര സ്നേഹമെന്നാണ് തോന്നുന്നത്. അത് ഒരുപക്ഷെ പുരുഷന്മാർക്ക് അങ്ങനെ ചിലർക്കുണ്ടാവാം. കാര്യം ഒരു ദിവസം സ്നേഹിച്ച ഒരു പെണ്ണിനെയും ഒറ്റിക്കൊടുക്കാൻ ഒരു മടിയുണ്ടാവും. അതാണ് രാഹുൽ മാങ്കൂട്ടത്തിനുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ അദ്ദേഹം ഇതൊക്കെ തുറന്ന് എത്രയോ നാൾ മുമ്പ് പറയണ്ടല്ലേ, ഈ പെൺകുട്ടി വിവാഹം കഴിച്ചു എന്നെങ്കിലും പറയണ്ടേ? അത് രാഹുൽ ഈശ്വർ പറഞ്ഞപ്പോഴല്ലേ നമ്മളൊക്കെ അറിഞ്ഞേ. അപ്പൊ ഇങ്ങനെയുള്ള ഇവരെ തുറന്നു കാട്ടണം, അതിനുള്ള നടപടികൾ ചെയ്യണം. അത് ഞങ്ങൾ ചെയ്യും, ഉറപ്പാണ്. ഈ ഇരയുടെ ഭർത്താവിനെ നിങ്ങൾ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും. അത് ഏതൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു, യഥാർത്ഥ ഇര അദ്ദേഹമാണല്ലോ. കാര്യം ഈ പെൺകുട്ടിയെ കല്യാണം കഴിച്ചു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് മാനസികമായിട്ട് എന്തുമാത്രം അദ്ദേഹം തകർന്നു എന്നുള്ളത് ആലോചിക്കണ്ടേ? നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളല്ലേ അത്. കാര്യം ഒരുപാട് ആഗ്രഹങ്ങൾ മനസ്സിൽ കൊണ്ട് നടന്നാണ് ഒരു യുവാവ് കല്യാണം കഴിക്കുന്നത്. ആ യുവാവ് കല്യാണം കഴിച്ചു കൊണ്ടുവന്ന് കുറച്ച് ദിവസം കഴിയുമ്പോൾ വേറൊരു എന്താ പറയുക ജനപ്രതിനിധിയുടെ കുഞ്ഞ് ആ സ്ത്രീയുടെ വയറ്റിൽ വളരുന്നു എന്നുള്ളത് പുറത്തുനിന്ന് അറിയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണേ, ആ മാനസികാവസ്ഥ എന്തായിരിക്കും എന്ന്. അദ്ദേഹത്തെ സത്യം പറഞ്ഞാല് അദ്ദേഹമൊക്കെ ശക്തമായിട്ട് വരണം. ഈ ആണുങ്ങളിൽ ഭൂരിഭാഗം പേരും അഭിമാനം കാത്തു സൂക്ഷിക്കുന്നതാണ് ഈ പ്രശ്നം. ഈ അഭിമാനമൊക്കെ വിട്ടിട്ട് അതിൽ നിന്ന് പുറത്തിറങ്ങി വന്ന് അവർ കാര്യങ്ങൾ പറയണം. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രശ്നം തീരുന്നേ ഉള്ളൂ. മെൻസ് അസോസിയേഷന്റെ ഭാഗത്തു നിന്ന് അദ്ദേഹത്തിന് അനുകൂലമായിട്ട് നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ അദ്ദേഹത്തോട് സംസാരിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? രാഹുൽ ഈശ്വർ സംസാരിച്ചിട്ടുണ്ട്. രാഹുൽ ഈശ്വർ സംസാരിച്ചപ്പോൾ അദ്ദേഹം എല്ലാ കാര്യങ്ങളും വിട്ട് പറയാൻ തയ്യാറായിട്ടില്ല. ഏതാനും ചില കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളതല്ലാതെ, 2 കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളതല്ലാതെ മറ്റു കാര്യങ്ങളിലൊന്നും അദ്ദേഹം കടക്കുന്നതോ ഇപ്പൊ അതിനോട് പുറത്തു വിടുന്നതിനോടോ അദ്ദേഹത്തിന് താല്പര്യമില്ല. അതാണ് പ്രശ്നം. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ ഇപ്പൊ നമ്മൾ പോയി കണ്ടിട്ട്, പാലക്കാടാണ്, പോയി കണ്ട് കാര്യങ്ങളൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടില്ല. ഈ രാഹുൽ ഈശ്വറിന് പിന്നാലെ മെൻസ് അസോസിയേഷൻ ആളായ അജിത്കുമാർ ആയിരിക്കുമോ പോകുന്നത് ഇനി ജയിലിലേക്ക്? നാളെ ഞാൻ അദ്ദേഹത്തെ ജയിലിൽ പോയി കാണും. ഇന്ന് ഞാൻ അദ്ദേഹത്തെ സൈബർ സെല്ലിൽ കണ്ടു. ഇന്ന് സംസാരിക്കാൻ പറ്റിയില്ല. കാര്യം അങ്ങോട്ട് പോലീസുകാർ വിടുന്നില്ലായിരുന്നു, അങ്ങോട്ട് പോകരുതെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ പിന്മാറിയതാ. അപ്പോ നാളെ ഞാൻ ജയിലിൽ പോയി അദ്ദേഹത്തെ കാണുന്നുണ്ട്. കണ്ടതിന് ശേഷം പിന്നെ അത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ വൈഫുമായിട്ട് ഞാനിന്ന് സംസാരിച്ചു. അദ്ദേഹം ജാമ്യത്തിൽ ഇറങ്ങുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് നല്ലൊരു വരവേൽപ്പ് നമ്മൾ കൊടുക്കും ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ. അത് ഏതാനും ഒരുപാട് ദിവസമൊന്നും പോകില്ല. അദ്ദേഹത്തിന് നിസ്സാരം 2-3 ദിവസത്തിനകത്ത് എന്തായാലും ജാമ്യം കിട്ടും എന്നാണ് കരുതുന്നത്. ഓക്കെ, വളരെ നന്ദി. ഓക്കെ, താങ്ക്സ്.